ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഒരു അരമണിക്കൂറിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വെജ് ബിരിയാണിയാണ്. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സോയയാണ് എടുക്കുന്നത്. സോയ ചങ്ക്സ് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോയ ചങ്ക്സ് ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾ കയ്യിലില്ലെങ്കിൽ പോലും ഒരു പാക്കറ്റ് സോയ നമുക്ക് എപ്പോഴായാലും കൈ വെച്ചേക്കാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ട് ഈ ദം ബിരിയാണി ഉണ്ടാക്കാം. സോയ ചങ്ക്സ് കൊണ്ടുള്ള ദം ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണമെന്നുള്ളവർ വായോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വാ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഞാനിത് അരമണിക്കൂറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ, അപ്പോൾ നമുക്ക് അരമണിക്കൂറിൽ തീർക്കണം. അരമണിക്കൂറിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കുള്ള സമയത്ത് അത് വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ റൈസിനെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചേക്കുകയാണ്. സോക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പിന്നെ കുക്കറിലാണ് ചെയ്യാൻ പോണേ. അരി മാത്രമായിട്ട് ആദ്യം വേവിക്കും. അതിനുശേഷം മസാല ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് ഈ അരിയും കൂടെ വെച്ച് ദം ചെയ്യാൻ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 സ്റ്റൗവിലായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ സോയ ഒന്ന് സോക്ക് ചെയ്ത് അതിൻ്റെ പിന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ആ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അരി ഇടുന്ന സമയത്ത് തന്നെ ഇതും കൂടെ ഒന്ന് ചെയ്ത് വെക്കണം. നമ്മൾ കുക്കറിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കുറച്ച് ജീരകം, പെരുംജീരകമാണ് ഇട്ടേക്കുന്നത്. ഇത് ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് ജസ്റ്റ് മൂത്ത് മണം വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ചേർക്കാം. ആ സമയത്ത് നമ്മൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിൽ സോയ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അരി എടുത്ത സെയിം അളവിൽ തന്നെ സോയ എടുത്തിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് സോഫ്റ്റ് ആവും. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോയ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു സ്പൂൺ ടീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ടീയും നമ്മൾ സോക്ക് ചെയ്ത് നേരത്തെ വെച്ച അരിയും കൂടി ഇട്ട് കൊടുത്തു. അരി കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അരിയിൽ കുറച്ച് വെള്ളം കൂടെ ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് വെള്ളം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല ഒഴിക്കാറ്, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. അരി എടുത്തതിൻ്റെ ഡബിളാക്കി വെള്ളം ഒഴിക്കും. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ സോയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മസാലകൾ ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. സോയ വേവിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉപ്പിട്ട വെള്ളത്തിലാണ് സോയ വേവിച്ചെടുത്തേക്കുന്നത്. നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് 4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടോളാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടിച്ച് 1 വിസിൽ വേവിക്കാൻ വയ്ക്കാം. ഒരു ഹീപ്ഡ് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത് വെള്ളം പിന്നെ അളക്കണമെന്നൊന്നുമില്ല, അരിയുടെ നിന്ന് മുകളിൽ നിൽക്കണം വെള്ളം. ആ ഒരു രീതിക്കായി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് 1 വിസിൽ വേവിക്കാം. നമ്മൾ സോയ വെന്ത് വന്ന് അതിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട്
നമുക്കിതിനെ ഡ്രെയിൻ ചെയ്യാൻ എടുക്കാം. നമ്മൾ സോയ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മാറി ചൂട് മാറി വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. പച്ചവെള്ളം ഇതിൻ്റെ പുറത്തൂടെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂട് മാറും. നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രെയിൻ ചെയ്യാൻ വെച്ച് കുറച്ച് തൈര് എടുത്തതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യണം. സോയ മാരിനേറ്റ് ചെയ്യാനാണ്. കുറച്ച് തൈര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കും. ഇത് നമുക്ക് സോയ മാരിനേറ്റ് ചെയ്ത് വെക്കാനാണ്. സ്പൈസ് ലെവലൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്. ചെറിയ സ്പൈസ് ലെവലിലാണ് ഉണ്ടാക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർക്കാം. ഒരളവിന് തന്നെ ചേർത്താൽ മതി. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് ക്രീമി ആയിട്ടുള്ളൊരു പേസ്റ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാകുമ്പോൾ സോയയുടെ പുറത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നിൽക്കും. ഇതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഈ മസാലയിലോട്ട് ചേർത്ത് നന്നായിട്ട് അരപ്പ് പരത്തി വെക്കണം. എന്നിട്ട് ഈ സോയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വയ്ക്കുക. ഈ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ദം ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളിയൊക്കെ അരിയാം. അപ്പോൾ ആ സമയം എത്രയും ഇതൊന്ന് ഇരുന്നാൽ മതി. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പൈസ് കുറച്ചുള്ള രീതിയിലാണ് ചെയ്യുന്നത്. 1 സവാളയാണ് എടുത്തേക്കുന്നത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പിന്നെ ടൊമാറ്റോയുടെ ഫാൻസാണ് കേട്ടോ. എല്ലാവർക്കും തക്കാളി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ തക്കാളിയാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാവരും തക്കാളി ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഞാൻ തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 സവാള. ഇത് ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ദം മസാലയുടെ അരപ്പുണ്ടാക്കാൻ പോകുന്നത്. 2 പച്ചമുളകും കൂടെ ഇടാം. ഞാൻ പച്ചമുളക് എടുക്കാൻ പോയപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുക്കാൻ പോയപ്പോഴാണ് അഗസ്തിപ്പൂ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. വിചാരിച്ചാൽ അതും കൂടെ ഇടാം. നല്ല ഗുണമാണല്ലോ. നിങ്ങൾക്ക് അറിയില്ല, ആർക്കൊക്കെ അറിയാം? ഇത് ചുമന്ന അഗസ്തിയാണ്. ചുമന്ന അഗസ്തിയുടെ പൂവാണ്. ഇതിന് നമുക്ക് എല്ലാത്തിനും ചേർക്കാം. നല്ല ഗുണമുള്ള സാധനമാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. മുളക് ഞാനിങ്ങനെ കീറിയാണ് വെച്ചേക്കുന്നത്. 2 മുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അഗസ്തിയുടെ പൂവും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇടണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ അതെങ്ങനെയെങ്കിലും വയറ്റി പോകട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ്. ഇപ്പോൾ നമുക്ക് ദമ്മിനുള്ള മസാല റെഡിയാക്കാം. ഇതൊരു ഉഡായ്പ് സ്റ്റൈലാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ സവാള ഒന്നും പൊരിച്ചൊന്നും ഇടാറില്ല. അങ്ങനെയുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ചേർത്ത് നല്ലൊരു റോസ്റ്റ് പരുവത്തിനാക്കുക. ഇതൊന്ന് റോസ്റ്റായി വന്ന് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സോയയും കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്യാം.
ഒരു നല്ല തീയിൽ വെച്ച് തന്നെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് പോലെ പരുവത്തിലാക്കി എടുക്കണം. അതിന് മുമ്പ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എടുത്ത് വെച്ചൊക്കെയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് കുഴഞ്ഞതുപോലെ ആയി വരണം, നന്നായിട്ട് ആവണം. ആ സമയത്ത് നമുക്ക് സോയയും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ റോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് സോയയും കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഈ സോയ അതിൽ കിടന്ന് തന്നെ ഒന്ന് മൊരിഞ്ഞ് ആ മസാലയൊക്കെ പിടിച്ച് വരണം. അപ്പോഴും ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. എല്ലാ മസാലയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി ഫുള്ള് നല്ല ടേസ്റ്റായിട്ട് വരും. ഈ സമയം കൊണ്ട് നമ്മൾ ചോറിലെ സ്റ്റീം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ? നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൽ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാം. വേറൊരു പാത്രം കൂടെ അപ്പം നമുക്ക് കഴുകേണ്ടി വരത്തില്ല. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങളാവും കഴുകാൻ. അപ്പം ഇതിനൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്ക് ഇത് നമ്മൾ സോയയുടെ മസാലയാണ്. അത് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് സോയ അതിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊരിഞ്ഞതുപോലെ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കാം. തൈരും കൂടെ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കാം. സോയ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിക്കാം. നമ്മൾ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബിരിയാണിയുടെ ദമ്മിൻ്റെ മസാല. ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നമ്മൾ കുക്കറി വേവിച്ച ചോറിനെ വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. ആ കുക്കറിലോട്ട് നമുക്ക് ഈ മസാല മാറ്റാം. ചോറുണ്ടോ നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ വേവിച്ചാൽ മതിയാവും. താഴെയൊന്നും പിടിച്ചിട്ടില്ല, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മസാല ഇതിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ചോറ് വെച്ച കുക്കറിലേക്ക് തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല എടുത്ത് മാറ്റാം. നമ്മൾ ഫുള്ളായിട്ട് മസാല ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും വേണ്ട, കണ്ടതോ? ഇങ്ങനെ ഒരു കുറുകിയ പോലത്തെ പരുവാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ട് ഉടനെ തന്നെ നമുക്ക് എടുത്ത് വിളമ്പാം. ഉടനെ സെർവ് ചെയ്യാം, ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാം. നല്ല റെസിപ്പിയാണ്. പെട്ടെന്നൊരു 30 മിനിറ്റ്സിൽ എന്തായാലും റെഡിയാവും. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. താഴെ മസാലയും മുകളിൽ ചോറുമായിട്ട്. ഇനി ഞാൻ സവാള പൊരിച്ചിട്ടൊന്നും ഇടുന്നില്ല. ഇത് ഉഡായ്പ സ്റ്റൈലാണ്. ഇത്രയൊക്കെ മതി, പിന്നെ ധാരാളം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന ദം ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ചിക്കൻ ഇല്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെജിറ്റബിൾ ബിരിയാണി എന്ന് ആദ്യം തോന്നില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചേക്കാം. 5 മിനിറ്റ് ഇരുന്നാൽ മതി. അതിൻ്റെ മണമൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തിയാൽ മതി. ഒരു 2-3 ഹോള് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്റ്റീം മുകളിലെത്താം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വിളമ്പാം. അങ്ങനെ നമ്മൾ ദം ബിരിയാണിയായി വന്നിട്ടുണ്ട്. അടിയിലിരുന്ന സോയെല്ലാം താഴോട്ട് പൊക്കിയെടുക്കുവാണ്. അടിയിലിരുന്ന സോയയെ ഞാൻ മുകളിലേക്ക് പൊക്കിയെടുക്കുകയാണ്. വീഡിയോ എടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല.
ഫുള്ള് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ബിരിയാണിയുടെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സോയ ചങ്ക്സ് ബിരിയാണി അങ്ങനെ പ്ലേറ്റിലായിരിക്കുകയാണ്. ഞാനൊരു അച്ചാർ മാത്രം എടുത്തിട്ടുണ്ട്, സാലഡൊന്നും ആക്കാൻ വയ്യ. ഞാൻ പറഞ്ഞില്ലേ മടിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് സാലഡ് വേണ്ട. അച്ചാറുണ്ട്, നമുക്കിത് കഴിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് സോയ ചങ്ക്സ് ദം ബിരിയാണി. വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്, വേറെ കറിയൊന്നും തന്നെ വേണ്ട. ബിരിയാണിക്ക് അല്ലെങ്കിൽ കറി വേണ്ട കേട്ടോ. ഇത് സാലഡ് ഇല്ലാതെയും കഴിക്കാൻ പറ്റും. അച്ചാർ വേണമെന്നില്ല, ഞാൻ സൈഡിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ. എൻ്റെ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ല, അത് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കുക. ഓക്കെ, ബൈ.